നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് വിസ്മയ. പിന്നെ എന്താ പറയാ, ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയാണിത് ഈ സിനിമയിലെ അവരുടെ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ച്, സെക്കൻഡ് ഹാഫ് കിണ്ടിലടിയാണ്. കിണ്ടിലടി അടിപൊളി തുടക്കമാണ്. തുടക്കം ഞങ്ങൾ വിചാരിച്ച അടക്കമാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അടക്കം ആയില്ല. ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് കിട്ടില്ല വരുന്നത്. നല്ല സിനിമ, അടിപൊളി സിനിമയാണ്. നല്ല ലാലേട്ടന്റെ മോഡയൊക്കെ അടിപൊളി സിനിമ. നല്ല രസമുള്ള ഒരു പടം. എന്താ പറയാ, നല്ല അത്യാവശ്യം നല്ല കിടിലൻ ആക്ഷൻ ഉണ്ട്. ഞെട്ടിച്ചു. അല്ല എനിക്ക് ലാലേട്ടൻ നമുക്ക് അറിയാലോ, ലാലേട്ടൻ്റെ മോളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ട്. ആന്റണി ചേട്ടൻ്റെ മോൻ്റെ ഗംഭീര ഫൈറ്റ് ആണെങ്കിലും അവൻ്റെ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് രസമായിട്ടാണ്. ലാലേട്ടൻ്റെ മോള് എന്താ പറയാ, അപ്പൻ്റെ മോളാണ് തെളിയിച്ചു. ഫസ്റ്റ് മൂവി തന്നെ ആക്ഷൻ പടം. നമസ്കാരം. ഇന്നായിരുന്നു നമ്മളുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ സിനിമ റിലീസായത്. ഇത് റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇല്ല, ചിലർക്ക്. ഈ സിനിമയെ ഞങ്ങൾ ഇല്ലാതാക്കും, ഈ സിനിമ വിജയിക്കത്തില്ല, ഈ സിനിമയെ നശിപ്പിക്കും, രാജ്യദ്രോഹി, എന്തൊക്കെയാണ് ആ കുട്ടി കേട്ടത്. വിസ്മയ ആ CJP സമരത്തെ ഒന്ന് പിന്തുണച്ചൊരു പോസ്റ്റ് ഇട്ടു, തന്റെ ഇടം കാണിച്ചു. ആ തന്റെ ഇടം കാണിച്ചത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢാലോചനകളും നടന്നു എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പടം സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കണ്ട റിവ്യൂസ് എല്ലാം, ആ റിവ്യൂവിൽ ഒന്നും ഈ പടം കൊള്ളില്ല എന്ന് ആരും പറയുന്നില്ല. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വിസ്മയ മോഹൻലാല് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു തുടക്കക്കാരിയാണെന്ന് പോലും തോന്നില്ല എന്ന് പലരും റിവ്യൂ ചെയ്തവർ പലരും പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഈ സിനിമയുടെ വിജയം ശരിക്കും കൊണ്ടത് എവിടാന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ മിത്രങ്ങൾക്ക് അത് ശരിക്കും കൊണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരല്ലേലും അവർ ഏതൊക്കെ സിനിമ പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം വമ്പൻ ഹിറ്റ് ആയിട്ടുണ്ട്. അതാണ് ചരിത്രം. അങ്ങനെ വരൂ. വിസ്മയ മോഹൻലാൽ മാർഷൽ ആർട്സ് പഠിച്ച ആളാണ്. അപ്പൊ അത് ശരിക്കും ഈ സിനിമയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ കിടുവാണെന്നൊക്കെ പറയുന്നു. ഈ സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. അതുപോലെ തന്നെ ഈ സിനിമ വിജയിക്കേണ്ടത് മലയാളികളുടെ ആവശ്യം തന്നെയായിരുന്നു. അത്രയ്ക്കും വലിയ മോശമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കത്തില്ല. അപ്പം ഈ സിനിമ ശരിക്കും മോഹൻലാലിന്റെ മകളുടെ കരിയറിൽ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്തായാലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കട്ടെ. ഈ നിലപാട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും കാണത്തില്ല. പല താരങ്ങളും മിണ്ടാതിരുന്നപ്പോഴും മോഹൻലാലിന്റെ മകളാണെന്ന് പോലും നോക്കാതെ വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചത് അത് പലർക്കും പെട്ടെന്ന് കിട്ടിയ ഒരു ഷോക്കായിരുന്നു. ആ ഷോക്കിനെ ഒന്നും കൂടെ ഡബിൾ ഷോക്ക് ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ പടത്തിന്റെ വിജയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നടന്ന കഥയൊക്കെ. അപ്പം ഒരുപാട് പേരെ കമന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് അത് കേൾക്കാം, എന്തൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കേൾക്കാം. നമ്മൾ പ്രതീക്ഷയുടെ ഡബിൾ കിട്ടി. അടിപൊളി പടമായിരുന്നു. നല്ല ആക്ഷൻ സീൻസ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളിയായിരുന്നു. വിസ്മയ തകർത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയുടെ ഡബിൾ കിട്ടിയായിരുന്നു. അടിപൊളി പടം. വിസ്മയ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്ന ആ ലെവലൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ രോമാഞ്ചമായിരുന്നു. ലാലയുടെ വന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലാലയുടെ കുറച്ച് നേരമേ ഉള്ളൂ, എന്നാലും അടിപൊളിയായിരുന്നു. അതുപോലെ ചെറിയ ചായയും കടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല തുടക്കം. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഡബിൾ കിട്ടി. ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തപ്പോ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോ നല്ലൊരു ഇംപ്രഷൻ, ഒരു എമോഷണൽ കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തു. ഉണ്ടായിരുന്നു. പടം കിട്ടുന്ന ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയുടെ ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കിടിലായിട്ട് വിസ്മയുടെ ഒരു ഗംഭീര തുടക്കം തന്നെയാണ് ഈ സിനിമ എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം കണ്ടുകൊണ്ടിരിക്കാം. പലരുടെ റിവ്യൂ നിങ്ങൾ കണ്ടു കാണും. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ, ആ പബ്ലിക് ഒപ്പീനിയൻ തന്നെ നിങ്ങൾ കേട്ടല്ലോ. ഈ സിനിമ നല്ലൊരു ഹിറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വിസ്മയ മോഹൻലാലിനെ കുറിച്ച് എന്തൊക്കെ ബോഡി ഷേമിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു പറ്റം ആൾക്കാർ, ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ആ കുട്ടി എന്താണ് ഇങ്ങനെ ഓടി നടക്കുന്നത്, ഇങ്ങനെ ചാടി നടക്കുന്നത്, എന്ത് ആ കുട്ടി അങ്ങനെയാണ്, ഇവർക്ക് വേണ്ടി മാറ്റാൻ പറ്റുമോ? പക്ഷെ അവര് ഇതിലൊരു കണ്ടെത്തൽ നടത്താനുള്ള കാര്യം എന്താണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞത് കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് വിസ്മയ മോഹൻലാൽ. എന്തായാലും അവരുടെ ഒന്നും ഈ ഒരു കുത്തിത്തിരിപ്പ് സിനിമയിലും നടന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രാജ്യദ്രോഹി വരെ ആക്കി കളഞ്ഞു. രാജ്യത്തെ ഇഷ്ടപ്പെടുന്നവർ വിസ്മയ മോഹൻലാലിന്റെ സിനിമ കാണരുതെന്ന് പറഞ്ഞവരെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. മലയാളികളോട് വല്ല ഈ കളി നടക്കുമോ? മലയാളികൾക്കറിയാം ഏതിനെ പ്രൊമോട്ട് ചെയ്യണം, ഏതിനെ പ്രൊമോട്ട് ചെയ്യണ്ട എന്നുള്ളത്. അത് കൃത്യമായിട്ട് മലയാളികളോട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ആന്റണി പെരുമാവൂരിന്റെ മകൻ. ആകെ 1-2
ഡയലോഗ് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളി അത് കൃത്യമായിട്ട് ശരിക്കും ഹിറ്റായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്ക് ഇനിയും സിനിമകൾ ഒരുപാട് കിട്ടുമെന്നൊക്കെ പുള്ളിക്ക് സപ്പോർട്ട് ഒരുപാട് വരുന്നുണ്ട്. സിനിമയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ കണ്ടിട്ടും കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഞാൻ അങ്ങനെ സിനിമ കാണാറുള്ള ശീലമില്ല, പക്ഷെ ഈ സിനിമ ഞാനൊരു 4 തവണ കാണും, കാരണം സംഖ്യകളുടെ കഴപ്പങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. സത്യത്തില് ഈ സംഖ്യകൾക്ക് ഏറ്റവും ഒരു അടി തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അല്ലെങ്കിൽ അവരെന്താ പറഞ്ഞേനെ, ഈ സിനിമ വിജയിച്ചില്ലെന്നിരിക്കട്ടെ, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേനെ. പക്ഷെ അവർ സിനിമയിൽ എന്താണെന്നോ സിനിമ എന്താണെന്നോ അവർ നോക്കത്തില്ല. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു തട്ടുമുട്ട് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടാണ് ആൾക്കാർ കാണാത്തതെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചേനെ. എന്തായാലും സിനിമ നല്ല രീതിയിൽ ഓടുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും സിനിമാക്കാരും ഇത്രയും വലിയ വലിയ താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആർജവത്തോടു കൂടി വന്ന് തന്റെ നിലപാട് പറഞ്ഞ ആണ് വിസ്മയ മോഹൻലാൽ. അതിൽ നിന്ന് ഞാൻ ഒരു തരി പോലും മാറുന്നില്ലെന്ന് പിന്നീട് വന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊന്നും പിടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ മൊത്തം കരച്ചിലാണ്, കരച്ചിലാണ്. വിജയിച്ചു പോയില്ലേ പടം, അപ്പൊ ഇനിയൊക്കെ കരഞ്ഞ് മെഴുകുന്നുണ്ട്. വെറുതെ കാശ് കളയാനില്ല ലാലേട്ട, എനിക്ക് എന്റെ രാജ്യമാണ് വലുത്, അതിനെതിരെ നീങ്ങുന്ന ശക്തികളെ പിന്തുണയ്ക്കുന്നതിനോട് ശക്തമായ എതിർപ്പുണ്ട്, ജയ് ഹിന്ദ്. കേട്ടല്ലോ, ഭയങ്കര രാജ്യസ്നേഹിയൊക്കെയാണ് കേട്ടോ പുള്ളി. സിനിമ കണ്ടൊക്കെയാണ് രാജ്യസ്നേഹം വിലയിരുത്തുന്നത്. എന്ത് രാജ്യദ്രോഹമാണ് ആ കുട്ടി ചെയ്തത്? നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു സമരം, ആ സമരത്തിൽ പിന്തുണയ്ക്കുന്നവരും ഉണ്ടായിരുന്നു, പിന്തുണയ്ക്കാത്തവരും ഉണ്ടായിരുന്നു. പിന്തുണയ്ക്കാത്തവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും പറഞ്ഞു, പിന്തുണയ്ക്കുന്നവർ അതെന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന് അവരും പറഞ്ഞു. ഇതിൽ എവിടെയാണ് രാജ്യദ്രോഹം? വിസ്മയ മോഹൻലാൽ എവിടെയാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്തത്? മിത്രങ്ങൾക്കെതിരെ പറയുന്നവരെല്ലാം രാജ്യദ്രോഹികളാവും. അതിപ്പോ നല്ലതായിക്കോട്ടെ കെട്ടതായിക്കോട്ടെ, അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നേ രാജ്യദ്രോഹി, അല്ലെങ്കിൽ നീ എവിടെയും പൊയ്ക്കോ, പാകിസ്ഥാനി പൊയ്ക്കോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ഡയലോഗാണ്. ഒരാളെ എത്ര പെട്ടെന്നാണ് ഇവർ രാജ്യദ്രോഹിയാക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ, തുടക്കം തന്നെ അവസാനമാവാൻ കാത്തിരിക്കുന്നു ലാലേട്ടാന്ന്. മോനെ സ്വപ്നം നടന്നില്ലല്ലോടോ കുട്ടാ, പടം വിജയിച്ചു പോയല്ലോ, ഇനിയിപ്പോ നീ എന്തോ ചെയ്യും? ഇനി നീ എന്തോ പറഞ്ഞ് മെഴുകും? അടുത്ത കമന്റ്, അതിന് മറുപടി കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. തിരനോട്ടം അഭിനയിച്ച നടൻ ഇപ്പോൾ അഭിനയമൊക്കെ നിർത്തി വീട്ടിൽ കൃഷിപ്പണി ചെയ്യുകയാണെന്ന്. അവരോട് പറഞ്ഞിട്ടാണല്ലോ ലാലേട്ടൻ അവിടെ പോയിരുന്ന് കൃഷിപ്പണി ചെയ്തുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഏതെല്ലാം രീതിയിൽ ഒരാളെ ഇല്ലാതാക്കാമോ ആ രീതിയിലൊക്കെ നെഗറ്റീവ് അടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. ഇവനൊക്കെ ഞരമ്പിക്കോട് ഓടുമ്പോൾ ലാലേട്ടൻ വരമ്പിക്കോട് ഓടിയ ആളായിരിക്കും. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നത് അങ്ങ് തട്ടി വിടുകയാ. എന്താ വെച്ചാൽ ഈ സിനിമയെ എങ്ങനെയും പൊളിക്കണമല്ലോ, പക്ഷെ ഒന്നും നടന്നില്ല. ക്ഷമിക്കേ, നമുക്ക് അടുത്ത സിനിമയിലോട്ട് നോക്കാം. സംഘപരിവാറിന്റെ ഉറക്കം കരുതുന്നുണ്ടോ വിസ്മയുടെ തുടക്കം എന്ന സിനിമ? ശരിക്കും ഇപ്പൊ ഉറക്കം ശരിക്കും പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവര് വിചാരിച്ച പോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് ഇപ്പൊ ശരിക്കും ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉറക്കം കളഞ്ഞത്. കഴിഞ്ഞ വട്ടം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അത് ഉറച്ചു നിന്നു. അതിലിങ്ങനെ കുരുപൊട്ടി നിന്നപ്പോ അന്നാ സിനിമ ഇറങ്ങട്ട് കാണിച്ചിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ സിനിമയും വിജയിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുരുപൊട്ടുക തന്നെ ചെയ്യും. ഇനി ഓരോ കുരുപൊട്ടലുകൾ ഇറങ്ങും, പുറകെ ഇറങ്ങും. ഇത് ഒടുക്കോ ആകട്ടെ, എല്ലാം നെഗറ്റീവ് കമന്റാ. ഇതെല്ലാം മോഹൻലാലിന്റെ ഈ തുടക്കം വന്ന സിനിമയിൽ എന്റെ മകൾ അഭിനയിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞ് വന്ന പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് ഇത് കേട്ടോ. പിന്നെ ഒരു മഹാൻ ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്, ഉദയനാണ് താരം എന്ന സിനിമയിൽ ആദ്യമായി സംവിധാനം ചെയ്ത സംവിധായകന്റെ ടെൻഷൻ ആണല്ലോ സാറേ, മകൻ പ്രണവിന്റെ പടം റിലീസാകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന്. എന്നുവെച്ചാൽ മകൻ പ്രണവിന്റെ സിനിമ റിലീസായപ്പോൾ ഇത്രയും ടെൻഷൻ ഒന്നും കണ്ടില്ലല്ലോ, മോടെ സിനിമ റിലീസാകുമ്പോൾ എന്താണ് ഇത്രയും ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഇവരൊക്കെ കരുതിക്കൂട്ടി ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ ഓടിയില്ലെങ്കിലോ. ഇനി എമ്പുരാൻ അതിന് ഉദാഹരണമാണോ? നിങ്ങളൊക്കെ പൊട്ടിക്കാൻ നടന്നിട്ടും അവിടെ വമ്പൻ ഹിറ്റായത്, അത്രയും വമ്പൻ ഹിറ്റായത് നിങ്ങൾ പൊട്ടിക്കാൻ നടന്നത് കൊണ്ടായി എമ്പുരാൻ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് പറയുന്നത്, മലയാളി പ്രേക്ഷകർക്കും മലയാളികൾക്കും അറിയാം ഏതിനെ കൊള്ളണം ഏതിനെ തള്ളണം എന്നുള്ളത്. പിന്നെ ഗുഡ് ലക്ക് ഡിയർ വിസ്മയ മോഹൻലാൽ എന്നൊക്കെ പറയുന്നുണ്ട്. പടം പാറ്റയും നായയും നക്കിയെന്ന്. അത് ഒരാൾ തന്നെയാണ് കേട്ടോ കുറെ കമന്റ് ഇട്ടേക്കുന്നേ. മറ്റൊരു കമന്റ്, നമ്മുടെ നാട്ടിൽ മതതീവ്രവാദം തലയ്ക്ക് പിടിച്ച കുറെ പാഴ്ജന്മങ്ങൾ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. സമൂഹത്തിനോ ഈ ലോകത്തിനോ ഒരു ഗുണവുമില്ലാത്ത ഇവരോടുള്ള നമ്മുടെ എതിർപ്പ് പ്രകടമാക്കുവാൻ കഴിയുന്നത്ര എല്ലാവരും തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ലോകത്തിനോ സമൂഹത്തിനോ ഒന്നും ഗുണമില്ലാത്തവന്മാര് ഈ പടം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയി ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാലും നല്ലൊരു സിനിമ ഇല്ലെങ്കിൽ ആരും കാണത്തില്ല, ശരിയല്ലേ? പക്ഷെ ഈ സിനിമയെ കുറിച്ച് വന്നേക്കുന്ന റിവ്യൂ 95% നല്ല സിനിമയാണ് എന്നുള്ള റിവ്യൂ തന്നെയാണ്. പിന്നെ ചില മിസ്റ്റേക്കുകൾ ചിലയിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, അത് പലരും എടുത്ത് കാണിക്കുന്നുമുണ്ട്. ആ പറയുന്നവർ പോലും സിനിമ മോശമാണെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിന്റെ അഭിനയം മോശമാണെന്ന് പറയുന്നില്ല. ഇത് അതുകൂടൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മിത്രങ്ങൾക്ക് ഒന്നുകൂടെ സന്തോഷമായേനെ. പക്ഷെ സന്തോഷിക്കാനുള്ള വകയില്ല. ഇനി വിസ്മയ മോഹൻലാലിന്റെ അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം.
നിങ്ങളൊന്ന് തഞ്ചപ്പെടും. പിന്നെ ന്യൂനപക്ഷങ്ങളെ പിടിച്ചിട്ടുണ്ട് കുറെ പേര്. എന്ന് വെച്ചാൽ ഈ സിനിമ മൊത്തം ന്യൂനപക്ഷങ്ങൾ കണ്ട് വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാല് ഈ മറ്റ് മിത്രങ്ങൾ എതിരെ നിൽക്കുന്നത് കൊണ്ട് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് അടുത്ത ഇഞ്ചക്ഷൻ കുത്തിവെക്കണമല്ലോ, അതിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കമന്റ് വന്നിരിക്കുന്നത് വൻ ഹിറ്റ്, ന്യൂനപക്ഷങ്ങളുടെ നീണ്ട നിര രാവിലെ മുതൽ കാണാമായിരുന്നു, ഇന്ന് തന്നെ 100 കോടി ക്ലബിൽ കയറുമെന്ന ക്യൂവിൽ നിന്ന് ഒരു താത്ത പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ എത്രമാത്രം വിദ്വേഷം അഴിച്ചു വിടുന്നു എന്നുള്ളതാണ്, അതും ഒരു സിനിമയ്ക്കെതിരെ. അതെന്താണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ സമരം ചെയ്ത് അവര് ആ സമരത്തിൽ വിജയിച്ച് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് അവര് വിജയിച്ചു. ആ സമരം ചെയ്തവര് വിജയിച്ചു. മനുഷ്യത്വം ഉള്ളവരൊക്കെ ഈ പറഞ്ഞ ആ സമരത്തെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. നമുക്കത് പറ്റത്തില്ലല്ലോ. നമ്മൾ പിന്നെ അങ്ങോട്ട് ചോര തിളച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുമല്ലേ. വിസ്മയ മോഹൻലാലോ കാണിച്ചു തരാം. എന്തായി അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലയോ? ഇപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. കിടിലം പടം. ചെറിയൊരു ചായയും കടിയും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ മട്ടൻ ബിരിയാണി ആണല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഫൈറ്റ്, അച്ഛന് ശേഷം മകളുടെ കിൻഡൽ ഇടി എന്ന് വെച്ചാൽ ആ സിനിമയെ കുറിച്ച് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം വിസ്മയ മോഹൻലാൽ ഈ മറ്റേ നമ്മുടെ ആറാട്ടെണ്ണം പറയുന്ന പോലെ ആറാടുകയാണെന്ന് പറയത്തില്ല, അതുപോലെ ആറാടുകയാണ് എന്നാണ് എല്ലാരും പറയുന്നത്. നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. ആ ബോഡിയിൽ അത്രയും ബോഡി വെച്ചുകൊണ്ട് തന്നെ നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കണ്ടു, എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. എക്സൈറ്റിംഗ്. നമ്മൾ വിട്ടുപോകുന്നേ ഇല്ല. ഒരു പോയിന്റിൽ പോലും നമ്മൾ പടത്തിൽ നിന്ന് നമ്മൾ മാറി പോകുന്നില്ല. തുടക്കത്തിന്റെ തുടക്കം എഴുതി കാണിക്കുന്നതിന് അവസാനമാണ്. ദാറ്റ് മീൻസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അംഗം. കിടിലല്ലേ ഇത്? പ്രത്യേകിച്ച് പറയാനുണ്ടോ? ലാലേട്ടന്റെ ഫൈറ്റ് അടിപൊളി. ലാലേട്ടന്റെ മോൾ അതുക്കും മേലെ. മൂവി നിങ്ങൾ കണ്ടു നോക്കി. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് വിസ്മയ, നന്നായിട്ടുണ്ട്. ആശിഷ് ഗംഭീരായിട്ടുണ്ട്. സൂപ്പർ മൂവിയാണ്. തിയേറ്റർ വാച്ചാണ്. അത് ഗംഭീരായി. ലാലേട്ടൻ ഒരു കലക്ക് കലക്കിയെന്ന് പറയുന്നത് കേട്ടോ, ഉള്ളതാണോ? അത് നമ്മൾ പ്രത്യേകിച്ച് പറയണോ? നന്നായിട്ടുണ്ട്. രസമായിട്ടുണ്ട് പടം. മോഹൻലാലിന്റെ മകൾ പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെ ഇനിയും വരും. അഭിനയിക്കും അറിയും. ഫിസിക്കലി മാർഷൽ ആർട്സും ഫിറ്റ് ആണ്. എല്ലാം കൊണ്ടും നന്നായിട്ട് പക്ക മോഹൻലാൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് വിസ്മയ. പിന്നെ എന്താ പറയാ, ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയാണിത് ഈ സിനിമയിലെ അവരുടെ പെർഫോമൻസ്. പിന്നെ ലാലേട്ടൻ വന്ന് ഒരു കലക്കിയിട്ടുണ്ട്. ആശിഷ് എങ്ങനെയുണ്ട്? ആശിഷ് ഗംഭീരമായിട്ടുണ്ട്. കൂടുതലൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപാട് പേർക്കുള്ള മറുപടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരുപാട് പേർക്കുള്ള മറുപടി തന്നെയാണിത്. കാരണം എന്താണ്, ഈ മറുപടി അർഹിക്കുന്നത് ആർക്കാണെന്ന് അറിയാമല്ലോ. എന്തൊക്കെയായാലും ബോഡി ഷേമിങ്. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിനെ മാക്സിമം ബോഡി ഷേമിങ് ചെയ്തു. ശരീരം കുറച്ച് തടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ വരെ വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് ഇവര്. ഇങ്ങനൊരു ഇത് വെച്ചിട്ട് എന്താ അഭിനയിക്കാനാണ്, എന്താ കാണിക്കാനാണ്, ഇത് എന്താ അസുഖമാണോ, ഇതെന്താ ചാടി നടക്കുന്നത്, ഓടി നടക്കുന്നത്, എന്തെല്ലാം തരത്തിലാണ് അവര് നശിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു സിനിമയെ അല്ലെങ്കിൽ ആ കുട്ടിയെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് മിത്രങ്ങളെ? നിങ്ങളുടെ സംഭവങ്ങളൊന്നും ഇവിടെ വേവത്തില്ല. നമ്മൾ ആദ്യമേ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഏതെല്ലാം സിനിമ പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ആ പടമെല്ലാം വമ്പൻ ഹിറ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു നടനെയോ ഒരു നടിയോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെയോ അവർ പറയുന്നത് എന്താണെന്നോ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് വേറെ രീതിയിലാണ്. അത് നിങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിക്കുന്നത് പോലെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ, റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം, എന്നെ വന്ന് ചെറു വിളിക്കുമെന്ന് അറിയാം ഇതിന് താഴെ വന്നിട്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ അതല്ലേ അറിയൂ, നിങ്ങൾ വിളിച്ചോളൂ. എന്നാലും പറയേണ്ടത് നമ്മൾ പറയും. ഗംഭീര തുടക്കമാണ് സിനിമ. നമ്മൾ ആ സോങ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നമ്മളൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ചെറിയ രീതിയിൽ ത്രില്ലിംഗ് എലിമെന്റ്സ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഗ്ലിംസ് ആണ് ട്രെയിലേഴ്സിലും സോങ്ങിലും ഉണ്ടായിരുന്നത്. പക്ഷെ സിനിമ തുടക്കം തൊട്ടേ ഒരു ത്രില്ലർ മൂഡാണ് കീപ്പ് ചെയ്യുന്നത്. ലാലേട്ടന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, ഒരു പെൺകുട്ടി അവളുടെ ലിമിറ്റേഷനിൽ നിന്ന് അവൾ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവൾ തായ്ലാന്റിൽ ട്രെയിൻഡ് ആയ കുട്ടിയാണ്. അത് ഫൈറ്റ് സീനൊക്കെ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് വിസ്മയുടെ ഒരു പെർഫോമൻസ്? ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ. ഫുൾ കൈയടിയായിരുന്നു. ഓരോ സെക്കൻഡ് കഴിയുന്നതോ നമുക്ക് ആകാംക്ഷ കൂടിക്കൊണ്ട് ഇനി എന്നുള്ള ആകാംക്ഷയാണ്. അടിപൊളിയാണ്. ജൂഡാന്റിന്റെ മേക്കിംഗ് കൊള്ളാം. ആന്റണിയുടെ മോനായാലും ലാലേട്ടന്റെ മോളെല്ലാം തകർത്തിട്ടുണ്ട്. സൂപ്പറാണ്. എന്തായാലും ഓണം തൂക്കി. ചേട്ടാ ഇങ്ങനൊന്നും പറയല്ലേ. മറ്റുള്ളവർക്ക് അറ്റാക്ക് വരും, ഹാർട്ട് അറ്റാക്ക് വരും. അവർ ഇതുവരെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഇപ്പോഴും ഈ സിനിമയെ എങ്ങനെ തകർക്കാമെന്ന് പറഞ്ഞ് അവര് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത്. അവർക്ക് എത്രമാത്രം കൊള്ളുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലാഗുണ്ടോ ചിത്രം? ഒരിക്കലുമില്ല, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച് ലാഗ് കാണുമെന്ന്, പക്ഷെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് ഫുൾ
സപ്പോർട്ട് ചെയ്ത് കാണാനുള്ള പടം തന്നെ. പ്രതീക്ഷിച്ചതിനെക്കാളും പടം അടിപൊളി. എല്ലാ ഫാമിലിയും വന്ന് പടം കാണണം. കാരണം ഓരോ പെൺമക്കളുള്ള എല്ലാ ഫാമിലിയും പടം കാണണം. അത്ര ഗംഭീരമായിട്ട് പടം ചെയ്തിട്ടുണ്ട്. ഈ ഓണം എന്തായാലും തുടക്കം മോഹൻലാൽ വിസ്മയ തൂക്കി. ഓണം വിസ്മയ മോഹൻലാൽ തൂക്കി എന്ന് പറയുന്നുണ്ട്. ഏതായാലും സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നെഗറ്റീവായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് ഒരു അഭിപ്രായം വന്നിട്ടില്ല. വന്നിരിക്കുന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂസ് ആണ്. അതിൽ ചില മിസ്റ്റേക്കുകൾ ചിലർ എടുത്തു കാണിക്കുന്നുണ്ട്. അത് ആ സിനിമയിൽ വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ എന്നാലും മോഹൻലാലിന്റെ മകളുടെ അഭിനയത്തെക്കുറിച്ചോ ഈ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമ മോശമാണെന്നോ ഒന്നും ആരും പറയുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആളാണ് ഈ പറഞ്ഞ ആശിഷ് എന്ന് പറയുന്നത്. ഈ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ. അവൻ നല്ല ആന്റണി പെരുമ്പാവൂരിന്റെ മകനും ഈ സിനിമയോടുകൂടി മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു താരമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരും ആശിഷിനെ കുറിച്ച് പുകഴ്ത്തി തന്നെയാണ് പറയുന്നത് എല്ലാവരും. കാരണം ആശിഷ് അതുപോലെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ് ഒക്കെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാലും പുള്ളിയുടേതായ ഒരു പ്രസൻസ് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തായാലും മിത്രങ്ങളെ നമുക്ക് ക്ഷമിക്കാം. നമുക്കിനി അടുത്ത സിനിമ ഇനി എങ്ങനെ പൊളിക്കാം എന്ന് നമുക്ക് റിസർച്ച് നടത്താം. എന്നിട്ട് നമുക്ക് അതിൽ കൂടി എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തേ തൽക്കാലം നിങ്ങൾ അങ്ങനെ ആലോചിച്ച് അടങ്ങിയിരിക്കുക. മകള് ഫൈറ്റ് വൈസ് കിട്ടില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ കല്യാണി നല്ലൊരു ഫൈറ്റർ കേളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പടം. ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രണവിനെ നോക്കുന്നുണ്ട് മീഡിയക്കാർ സംസാരിക്കാൻ പോകുമ്പോൾ. അപ്പൊ പ്രണവ് തലകാട്ടി കാണിക്കുന്നുണ്ട്, സംസാരിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പൊ മറ്റൊന്നും കൊണ്ടല്ല, അതിന് ഇങ്ങനെ വലിയ ഒരു ക്രൗഡിനെയോ അല്ലെങ്കിൽ ഇത്രയും വലിയ മീഡിയക്കാരെയോ ഒന്നും ഇതിനു മുമ്പ് ഇത്രയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അന്ന് ആ മീഡിയയിൽ ആ പ്രോഗ്രാംസിനൊക്കെ വന്നപ്പം അത് കുറച്ച് എല്ലാവരോടും നല്ല മിങ്കിൾ ചെയ്ത് പെരുമാറി. എന്ന് വെച്ചാൽ മിങ്കിൾ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവരോടും സോഷ്യലായിട്ട് ഇടപെടുകയും അങ്ങോട്ട് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനെ എടുത്തു വെച്ചിട്ടാണ് ഈ പറയുന്ന കുറെ ആൾക്കാർ എന്ത് ചെയ്തത്, ട്രോൾ ചെയ്ത്. ഇതിനെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അസുഖങ്ങളുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്ത്. ഇത് ആദ്യമായിട്ട് ഇത്രയും മീഡിയക്കാരുടെ മുന്നിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. താൻ സംസാരിച്ചോട്ട് തന്നെ പ്രണവ് അവിടുന്ന് സംസാരിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ഇനിയിപ്പോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പടം സൂപ്പർ ഹിറ്റ് ആണെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കരയുന്നവര് ഇനി അവിടെ കിടന്ന് കരയട്ടെ. അവർക്ക് ഇനി അതേ പറ്റത്തുള്ളൂ. കരഞ്ഞ് എന്തായാലും ആരും കാണാതെ പോയിരുന്ന് കരയണമെന്ന് പറയണം. ഇനി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്ന് കിടന്നുകൊണ്ട് കരയുന്ന കുറെ പേരുണ്ട്. അവർക്ക് എങ്ങനെങ്കിലും അങ്ങനെ കരഞ്ഞെങ്കിലും അവരുടെ ദണ്ണം അങ്ങ് തീർക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക്